ഭർത്താക്കന്മാര് ഹലാലല്ലാതെ തീറ്റിപ്പിക്കൂലെന്ന്. എന്നാലും അവര് ഉറക്കെ വിളിച്ചു പറയും അവരോട് ഹറാമായത് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഹലാലല്ലാതെ ഭക്ഷിപ്പിക്കരുത്. നമ്മൾ നേരെ തിരിച്ചാ പറയാം, നിങ്ങൾ എങ്ങനെങ്കിലും ഒരു ചുരിദാർ വാങ്ങിത്തരണം, എങ്ങനെങ്കിലും നമ്മളെ ഈ വീടിന്റെ പണിയൊന്നും നിങ്ങൾ പൂർത്തിയാക്കണം, എങ്ങനെങ്കിലും നമുക്കൊരു വണ്ടി എടുക്കണം, എങ്ങനെങ്കിലും എടുത്താ പോരാ. നമ്മളെ പറച്ചിൽ പോലും അങ്ങനെ എങ്ങനെയെങ്കിലും അല്ല. സലഫു സാലിഹുകൾ പറയാ ഹലാലിൽ മാത്രം എടുക്കപ്പെടുന്നതേ അനുവദിക്കപ്പെടാവൂ എന്നാ പറയാം. അതിൽ ഒന്നാമത്തേത് നമ്മൾ കരുതിയെങ്കിൽ മാത്രമേ. മഹാന്മാരായ ഇമാമുമാര് പറയുന്നത് കാണാം, കുട്ടിയെ മുലയൂട്ടുന്നിടത്ത് ബയോളജിക്കലി മെഡിക്കൽ സയൻസ് പറയുന്നത് ആ ഉമ്മയുടെ ഭക്ഷണത്തിൽ കുട്ടിക്ക് സ്വാധീനമുണ്ടെന്നാണ്. ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാധീനം മക്കൾക്ക് മുലപ്പാലിലൂടെ ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ആ സമയത്തുള്ള ചിന്തകൾ മക്കളെ സ്വാധീനിക്കുമെന്നാണ്. മുലയൂട്ടുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ മുല കൊടുക്കരുത്, ഹലാലല്ലാത്ത സംസാരങ്ങൾ ഉണ്ടാകരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് മക്കൾക്ക് മുലയൂട്ടരുത്. ആ സമയത്ത് നല്ല ചിന്തയോടെ ബിസ്മി ചൊല്ലിയിട്ട് ആ കാലയളവിൽ തീർച്ചയായും ശുബ്ഹത്ത് പോലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്ന തീർച്ചയോടെ നമ്മൾ ഹറാമ് ഉള്ളിലേക്ക് കടത്താതെ മക്കൾക്ക് മുലയൂട്ടിയാൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ അവര് ഹറാം പറന്നവരാകാതിരിക്കാനുള്ള വഴിയതാണ്. ഇന്ന് ബന്ധങ്ങൾ തുടങ്ങുന്നത് തന്നെ ഹറാമിലാണ്. എല്ലാ ബന്ധങ്ങളും, ഒട്ടുമിക്ക ബന്ധങ്ങളും തുടങ്ങുന്നത് ഹറാമിലാണ്. നിക്കാഹ് മാനദണ്ഡങ്ങളെയല്ല, നിശ്ചയത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണ്. കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. ഇന്നലെ ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞു. അപ്പൊ എന്താ ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? അവൻ ആദ്യം ഒരു തവണ നിശ്ചയത്ത് കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടി ഇവളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, അപ്പൊ അവള് പറഞ്ഞു ഇത് വേണ്ട, കല്യാണത്തിന് ശേഷം മതി. രണ്ടാമത് ശ്രമിച്ചു, അപ്പോഴും പറഞ്ഞു. മൂന്നാമത് ശ്രമിച്ചു, ഇവൻ ഇത് എങ്ങനെങ്കിലും ചാറ്റിംഗ് തുടങ്ങണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ ഇക്കാലത്തുണ്ട്. ഇന്നിപ്പോ നിശ്ചയത്തിന് വരുമ്പം തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, അവര് കണ്ടുമുട്ടുന്നു, ടൂറ് പോകുന്നു, ഒരുമിക്കുന്നു, സംഗമിക്കുന്നു, എല്ലാം